നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. പെട്ടെന്ന് അച്ഛനെ കാണണമെന്നൊക്കെ തോന്നാൻ മോൾ അച്ഛനെ വല്ല സ്വപ്നം കണ്ടോ? ഇല്ല, ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളൊക്കെ കേട്ടു. അത് സത്യമാണോ അല്ലയോ എന്ന് അച്ഛൻ പറയണം. എന്ത് കാര്യങ്ങളാണ് നീ കേട്ടത്? എന്താണെങ്കിലും നിനക്ക് അച്ഛനെ വിളിച്ചൊന്ന് ചോദിച്ചാൽ മതിയായിരുന്നല്ലോ. വെറുതെ നിന്റെ ക്ലാസ്സും ഒഴിവാക്കി ഇത്രയും ദൂരം വരണമായിരുന്നു. എനിക്കതൊക്കെ അച്ഛൻ്റെ അടുത്ത് നേരിട്ട് അറിയണമെന്ന് തോന്നി. നീ അച്ഛന്റെ മുന്നിൽ ഇങ്ങനെ ബലം പിടിച്ചു നിൽക്കാതെ കാര്യം എന്താന്ന് വെച്ചാ പറ മഞ്ചാടി. ഇവളെന്തൊക്കെയോ ടെൻഷനായിട്ടാ വന്നിരിക്കുന്നത്. അതാ ഇങ്ങനെ. നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ മോളെ? ഇപ്പൊ ഒന്നും വേണ്ട. അച്ഛാ, രഘുവേട്ടൻ എങ്ങനെ ജയിലിൽ നിന്ന് ഇറങ്ങിയത്? എങ്ങനെ ഇറങ്ങിയെന്നൊക്കെ ചോദിച്ചാ കൊടുക്കാനുള്ള പണം കൊടുത്ത് വാദിഭാഗത്തെ കൊണ്ട് കേസ് പിൻവലിപ്പിച്ച് ദാസവനെ ഇറക്കിക്കൊണ്ടുവരായിരുന്നു. ആ പണം അച്ഛനാണോ ദാസങ്ങളിന് കൊടുത്തത്? അല്ല, ഈ വീട് വിൽക്കാതെ എനിക്ക് എവിടെ നമ്മളെ അത്രയും പണം? ദാസം സാമ്പത്തികമായ വലിയ ബുദ്ധിമുട്ടിലായിരുന്നു. അതാണ് രഘു അത്രയും ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നത്. പിന്നെ അവൻ എവിടെ നിന്നൊക്കെയോ 15 ലക്ഷം ഉണ്ടാക്കി കൊടുക്കായിരുന്നു. എവിടെന്നാന്ന് അച്ഛൻ ചോദിച്ചില്ലേ? നീ എന്താ മഞ്ചാടി അച്ഛനെ പോലീസ് ചോദ്യം ചെയ്യുന്ന പോലെ ചോദ്യം ചെയ്യുന്നേ? ഇപ്പൊ എന്താ നിന്റെ പ്രശ്നം? അവള് ചോദിക്കട്ടെ അനു. എന്തെങ്കിലും പ്രശ്നമില്ലാതെ ഇവളീ ചോദ്യങ്ങളായിട്ട് ഇങ്ങോട്ട് വരില്ലല്ലോ. മോളെ, ദാസ് എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ അതെങ്ങനെ ചെയ്തു, എവിടുന്ന് കിട്ടിയെന്നൊന്നും ഞാൻ ചോദിക്കാറില്ല മോളെ. അതിന്റെ ആവശ്യമില്ല. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അങ്ങനെയാ. പിന്നെ അവന്റെ കയ്യിൽ പണമില്ലാത്തതുകൊണ്ട് ഈ 15 ലക്ഷം എവിടുന്നെങ്കിലും കടം വാങ്ങിയതാവാനാണ് സാധ്യത. അത് ഈ വീട് വിറ്റ് പലിശ സഹിതം ഞാൻ തിരിച്ചു കൊടുക്കും. എങ്കിൽ അത് എത്രയും പെട്ടെന്ന് കൊടുക്കണം അച്ഛാ. രഘുവേട്ടനെ ജയിലിൽ നിന്ന് ഇറക്കാൻ ദാസങ്ങൾ പണം വാങ്ങിയത് എന്നെ നശിപ്പിക്കാൻ ശ്രമിച്ച ഗോകുലിന്റെ അച്ഛന്റെ കയ്യിൽ നിന്നാ, ആ സച്ചി സാറിന്റെ കയ്യിൽ നിന്ന്. അച്ഛന്റെ മകളെ മാനം കെടുത്താൻ നോക്കി ഒരുത്തന്റെ അച്ഛന്റെ പണം വാങ്ങി അച്ഛന്റെ മരുമകനെ ജയിലിൽ നിന്ന് ഇറക്കാന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ അച്ഛാ? ഇത് എന്റെ അച്ഛൻ അറിഞ്ഞുകൊണ്ടാവരുതേ എന്ന പ്രാർത്ഥനയില ഞാൻ വന്നത്. അങ്ങനെ ഞാൻ വിശ്വസിച്ചോട്ടെ അച്ഛ. നിന്റെ അച്ഛൻ അനന്തം മാഷാണെങ്കിൽ അയാളിത് അറിഞ്ഞിട്ടില്ല. എന്റെ മരുമകൻ ജയിലിൽ കിടന്ന് നരകിച്ചാലും അറിഞ്ഞുകൊണ്ട് ഇങ്ങനൊരു നെറുകേട് ഞാൻ ചെയ്യില്ല. ദാസും അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ചെയ്തെങ്കിൽ അതവൻ എന്നോട് കാണിച്ച ചതിയ, കൊടും ചതി. നിന്നോട് ആരാ മോളെ ഇതൊക്കെ പറഞ്ഞത്? സച്ചി സാറിന്റെ മോള് ഇന്ദു. രഘുവേട്ടൻ എല്ലാം അറിയാച്ച, എല്ലാം. രഘുവേട്ടൻ ഇപ്പൊ ജോലി ചെയ്യുന്നത് പോലും ആ സച്ചി സാറിന്റെ കമ്പനിയിലാ.
മഞ്ചാടി, നീ എന്തൊക്കെയാ പറഞ്ഞോണ്ടിരിക്കുന്നേ? എല്ലാവർക്കും അവനവന്റെ നിലനിൽപ്പാ പ്രധാനം. മകനെ രക്ഷിക്കാൻ വേണ്ടി സച്ചി സാർ എന്തും ചെയ്യും. സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി എല്ലാരും എന്റെ മാനത്തിനെ വിലയിട്ടിരിക്കുന്നത്. മഞ്ചാടി, സൂക്ഷിച്ച് സംസാരിക്ക്. അച്ഛന്റെ മുന്നിൽ നിന്ന് ഇതൊക്കെ പറയുന്നതെന്ന് ഓർമ്മ വേണം. ഇത്രയൊക്കെ അറിഞ്ഞിട്ടും ഞാൻ ഇതല്ലേ പറഞ്ഞോളൂ. എന്റെ സ്ഥാനത്ത് ചേച്ചിയായിരുന്നെങ്കിലോ എന്ത് ചെയ്യും? അച്ഛാ, ഇവിടെ ആരും എന്റെ കൂടെ നിൽക്കുന്ന എനിക്ക് പ്രതീക്ഷയില്ല. അച്ഛനെ മാത്രം വിശ്വസിച്ചാ ഞാൻ വന്നത്. ഈ വീട് കിട്ടുന്ന വിലക്ക് വിറ്റിട്ടായാലും സച്ചി സാറിന്റെ കട അച്ഛൻ വീട്ടണം. എന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചവൻ ഈ കുടുംബത്തിൽ ആരുടെയെങ്കിലും ആനുകൂല്യം കൊണ്ട് രക്ഷപ്പെടാൻ പാടില്ല. ആ ഉറപ്പ് അച്ഛനിൽ നിന്ന് എനിക്ക് കിട്ടണം. എന്നിട്ടേ ഞാൻ ഇനി കോളേജിൽ പോലും പോകുന്നുള്ളൂ. അച്ഛാ, ഒന്നും കേൾക്കാനുള്ള ശക്തി എനിക്കിപ്പില്ല. കുടിക്കുമോളെ. മഞ്ചാടി, രഘുവേട്ടൻ എപ്പോഴാ ജയിലിലായെന്നും എപ്പോഴാ ജയിലിൽ നിന്ന് ഇറങ്ങിയെന്നും മോക്കറിയോ? ഇല്ല, രഘുവേട്ടൻ ജയിലിലായിരുന്ന കാര്യം പോലും ഞാൻ അറിയുന്നത് വൈകിയ. ഞങ്ങളും അതെ. നമ്മളെ ഒന്നും വിഷമിപ്പിക്കേണ്ടെന്ന് വെച്ച് ദാസങ്ങളത് മറച്ചു വെക്കായിരുന്നു. ആരെങ്കിലും അറിയുന്നതിന് മുമ്പ് പണം കൊടുത്ത് കേസ് രാജിയാക്കി രഘുവേട്ടനെ ജയിലിൽ നിന്ന് ഇറക്കി കൊണ്ടുവരാന്നാ അദ്ദേഹം കരുതിയത്. പക്ഷെ കഴിഞ്ഞില്ല. വിഷുവിന് ഇവിടുന്ന് പോയ രഘുവേട്ടൻ വിഷുവിന്റെ പിറ്റേന്ന് മുതൽ ജയിലിലായിരുന്നു. ഞങ്ങളാണെങ്കിൽ ഇവിടെ രഘുവേട്ടൻ ദുബായിലെത്തി വിളിക്കുന്നതും കാത്തിരിക്കുക. ഓരോ ദിവസം ദാസങ്ങൾ വിളിച്ച് രഘുവേട്ടൻ ഇന്ന് വിളിക്കും നാളെ വിളിക്കുമെന്ന് പറയും. പക്ഷെ ഒടുവില് അച്ഛന്റെ ഒരു പരിചയക്കാരൻ ഇവിടെ വന്ന് പറയുമ്പോഴാ ഞങ്ങൾ അറിയുന്നത് രഘുവേട്ടൻ ദുബായിൽ പോയിട്ടില്ല, ഇവിടുത്തെ ജയിലിൽ കിടക്കുവന്ന്. എന്തായാലും രഘുവേട്ടൻ തിരിച്ചു വന്നില്ലേ? ചേച്ചിക്ക് അതല്ലേ വേണ്ടൂ. രഘുവേട്ടൻ ചേച്ചിയുടെ ഭർത്താവ് മാത്രമാണോ മോളെ? നിങ്ങളുടെ എല്ലാം ഏട്ടനല്ലേ? ലച്ചുമോളുടെ അച്ഛനല്ലേ? ആ മനുഷ്യനെ രക്ഷിക്കാൻ വേറൊരു വഴിയില്ലാത്തോണ്ടാ ദാസങ്ങള് സച്ചി സാറിന്റെ സഹായം തേടിയത്.
പക്ഷേ അച്ഛനോ അനുവിനോ ചീരുവിനോ അതറിയില്ലായിരുന്നു. അപ്പൊ അമ്പിളി ചേച്ചിക്ക് എല്ലാം അറിയാറുന്നല്ലേ? ഇല്ല, രഘുവേട്ടൻ തിരിച്ചു വന്നതിന് ശേഷമാ എന്നോടെല്ലാം പറയുന്നത്. പിറ്റേന്ന് രഘുവേട്ടൻ എന്നെയും കൂട്ടി ആ വീട്ടിൽ പോയി സച്ചി സാറിനോട് നന്ദി പറയുകയും ചെയ്തു.